ഏർക്കാട് വന്നപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ കിട്ടിയത് ഒരു പഴയ ഒരു പ്രോപ്പർട്ടിയാണ്. 1860 ഉണ്ടാക്കിയ ഒരു കോഫി എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ബംഗ്ലാവാണ്. ഇതിൻ്റെ ശരിക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ മുമ്പിൽ രണ്ട് ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. പക്ഷെ മെയിൻ്റനൻസ് ഒന്നും തീരെ ഇല്ല കേട്ടോ. വളരെ കുറഞ്ഞ മെയിൻ്റനൻസേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു ചരിത്രം അറിഞ്ഞതുകൊണ്ട് ഞങ്ങളതൊന്ന് താമസിക്കാമെന്ന് വെച്ചാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊന്ന് കയറി റൂംസൊക്കെ കാണാം. ഇതാണ് ഇതിൻ്റെ മുൻവശം. ഹിൽ സൈഡ് പ്ലാന്റേഷൻസ് എന്ന് പറഞ്ഞുള്ള കാപ്പിത്തോട്ടത്തിൻ്റെ ആൾക്കാർ താമസിച്ചിരുന്ന ബംഗ്ലാവാണിത്. വലിയ മുറികളും അകത്തൊക്കെ പഴയകാല സൗകര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ലക്ഷറി ആയിട്ടൊരു ഫീൽ ചെയ്യും നമുക്ക്. ഇതാണ് മുമ്പിലെ വരാന്തയും കാര്യങ്ങളൊക്കെ. കയറി വരുമ്പോൾ ഇവിടെ മാനിൻ്റെ കൊമ്പുകളും തലയോട്ടിയും ഒക്കെ വെച്ചിട്ടുണ്ട്. കൂടെ പഴയ കുറേ ഇത് ചിത്രശലഭങ്ങൾ ഒറിജിനലാണിത്. ഇവിടെ ഒരു കാട്ടുപോത്തിൻ്റെ ആണെന്നുള്ള തല കാണാം. പഴയ ടൈപ്പ് ലൈറ്റാണ്. ഇതും ഒറിജിനൽ കൊമ്പാണ്. എന്തോ ത്ലാസ അങ്ങനെ എന്തോ ഉള്ളൊരു സാധനമാണ്. പിന്നെ പഴയകാല ഫോട്ടോസ് ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മുറിയിലും കുറേ ഫോട്ടോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് അവർ. ആവശ്യമുള്ളവർക്ക് പോസ് ചെയ്ത് വായിച്ച് നോക്കാം. പിന്നെ ഇത് പഴയ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലുള്ള മാപ്പാണ്. ഇത് മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഇവിടെയുള്ള ഫോട്ടോസാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ റൂംസിലേക്ക് പോകാനുള്ള ഇടനാഴി. മുകളിലിപ്പോൾ ആസ്ബറ്റോസ് ഇട്ടേക്കാണെന്ന് തോന്നുന്നു, ഇപ്പോൾ ഷീറ്റ് ഇട്ടേക്കാണെന്ന് തോന്നുന്നു. പണ്ട് കാലത്ത്
മറ്റേ ഓടൊക്കെയാണ് പേവ് ചെയ്തിരുന്നത്. അത് ചില മുറികളിലത് കാണാം നമുക്ക്. ഇതാണ് ഇടനാഴി. ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകും. ഇതാണ് നമ്മുടെ റൂം. മുകൾ ഭാഗം ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ ടൈൽസ്, ഇഷ്ടിക മാതിരിയുള്ള ഓടിൻ്റെ സാധനം വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഓടായിരിക്കും. ഇപ്പം ഇനി അവർ ഷീറ്റാക്കിയോന്നറിയില്ല. ഡ്രസ്സിങ് ടേബിള്, ഇപ്പോൾ ഒരു ടി വി ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ പഴയ നെരിപ്പോട്, തണുപ്പ് കാലത്ത് ചൂട് കത്തിച്ച് ചൂട് കായാനുള്ള സംവിധാനം. അതിൻ്റെ പൈപ്പ് മുകളിലേക്ക് പോകുന്നു. എന്തായാലും ഒരു മെമ്മറബിൾ സ്പോട്ടായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. നമ്മളിപ്പോൾ ഇതിലെ ഡൈനിങ് റൂമിലേക്ക് പോവുകയാണ്. അവിടെ ഒരു 10-16 പേർക്ക് ഇരിക്കാവുന്നൊരു ഡൈനിങ് ടേബിളാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, മെയിൻ്റനൻസ് ഇല്ല, ഇവിടെ സൂക്ഷിക്കുന്നില്ല അധികം. പക്ഷേ ഇതിൻ്റെ ഓണർ പറഞ്ഞത് ഒരു 5-6 മാസത്തിനുള്ളിലൊക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയാക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടേക്ക് എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അന്നത്തെ വാഷ് ബേസിൻ. ഇതൊരു സ്റ്റാൻഡാണ്. ഡൈനിങ് ടേബിളൊക്കെ എന്തോ തേക്കൊണ്ട് ഉണ്ടാക്കിയാണ്, അനങ്ങിയിട്ടില്ല ഇപ്പോഴും. ഒരലമാര. ഇവിടെ അലമാരയിൽ പഴയ ടൈപ്പ് ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട് കുറേ. പല ആവശ്യങ്ങൾക്കുള്ള പല വെറൈറ്റി ഗ്ലാസ്സുകളാണ് ഈ കാണുന്നത്. ഏതായാലും ഇതൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഇതൊരു അടിപൊളി സംഭവം. ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് തന്നെയാണ് ആക്ച്വലി. ഇതാ നെരിപ്പോടിൻ്റെ, ഡൈനിങ് ഹാളിലുള്ള നെരിപ്പോടിൻ്റെ പൈപ്പ് പോകുന്ന വഴിയാണ്. ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ടൈൽസായിട്ടിരിക്കുന്നത്. അടിയിൽ ടൈൽസ്, അതിൻ്റെ മുകളിൽ ഷീറ്റോടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അവർ. ഇതാണ് ആ പഴയകാല ഡൈനിങ് മുറി. വൃത്തികേടായിട്ട് കിടക്കണമെങ്കിലും നമുക്കിത് കണ്ടാലല്ലേ മനസ്സിലാവുള്ളൂ. ഇതെല്ലാം ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന പഴയ ഫോട്ടോസാണ്. പഴയ കാലത്തെ കാറ്, അതിനു മുമ്പത്തെ കാറ്, സായിപ്പന്മാരെ വലിച്ചുകൊണ്ടുവന്ന വണ്ടി. യാത്രക്കിടയിലുള്ള ഫോട്ടോ ആണെന്നോണ്. ഒരു ലഗേജുകളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് പഴയ കാലത്തുള്ള ഒരു ബെഞ്ചാണ്. അതിൻ്റെ മുകളിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഒരു ട്രങ്ക് ബോക്സ് ആണ്.
ഇതെല്ലാം ഒറിജിനൽ ചിത്രശലഭങ്ങൾ തന്നെ സ്റ്റഫ് ചെയ്ത് വെച്ചൊക്കെയാണ്. ഒരു ന്യൂസ് ഉണ്ട് പഴയ പേപ്പറിൽ വന്നത്. ഇവിടെ സൈഡിലുള്ള ഈ നടക്കത്തെ ഭാഗത്ത് ഇങ്ങനൊരു തയ്യൽ മെഷീൻ കാണാം. ഒരു പഴയ തയ്യൽ മെഷീൻ കാണാം, കൈ കൊണ്ട് തിരിക്കുന്നത്. പിന്നെ ഒരു സ്പ്രിംഗ് ബെഡ് കാണാം പഴയത്. പിന്നെ ഒരു ആടുന്ന കസേര കാണാം. ആണ് നമ്മള് കയറി വരുന്ന ഭാഗത്തേക്കുള്ള വ്യൂ ആണിത്. ഇത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള വ്യൂ ആണ്. ഈ ഭാഗമാണ് പുതിയതായിട്ട് പണിതെന്ന് ഞാൻ പറഞ്ഞത്. ഉണ്ടോ, ഇവിടെ ലാൻഡ്സ്കേപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല, തനി പ്രകൃതി ഭംഗിയാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അധികം ഗസ്റ്റുകളൊന്നും ഇല്ല അവിടെ. പക്ഷെ ഈ പ്രോപ്പർട്ടി സംഭവം ഒരു വർത്താണ്. ഇത് മക്കള് നിർബന്ധം പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്താണ്. എന്തായാലും 150-150 മുകളിൽ വർഷം പഴക്കമുള്ള ബംഗ്ലാവില് അങ്ങനെ താമസിക്കാൻ സാധിച്ചു. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.